One who gives an honest answer gives kisses on the lips. അധരങ്ങളെ ചുംബിക്കുന്നത് പോലെയാണ് നാം സത്യം പറയേണ്ടത്. സ്നേഹത്തിൽ സത്യം സംസാരിക്കുവാൻ വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രശസ്ത ബീറ്റൽ സംഗീതജ്ഞൻ ജോൺ ലെനന്റെ വാക്കുകൾ അതിപ്രശസ്തമാണ്. ബീയിങ് ഓണസ്റ്റ് may not give you many friends, but it always take you to the right one. നാം സത്യസന്ധരായിരിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ധാരാളം കൂട്ടുകാർ നമുക്കുണ്ടാകണമെന്നില്ല. എന്നാൽ ശരിയായ ആളുകളിലേക്ക് നമ്മുടെ സത്യസന്ധത നമ്മെ എത്തിക്കും. അധരചുംബനം എന്നത് തന്നെ അല്പം ഇക്ലിപ്പെടുത്തുന്ന പ്രയോഗമാണ്. എങ്കിലും രണ്ടുപേർ ഇൻറ്റിമസിയിൽ ചേർന്ന് വരുമ്പോൾ മാത്രമാണ് അധരചുംബനം ഉണ്ടാകുക എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സത്യം പറയുക എന്നതും. സത്യം പറയുന്നത് അല്പം പ്രയാസമാണ്, സത്യം കേൾക്കുന്നത് അതിനേക്കാൾ പ്രയാസമാണ്. നല്ല ഒരുക്കം ഇതിനാവശ്യമുണ്ട്. സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും മൂർത്തീഭാവമാണ് സത്യം സംസാരിക്കുക എന്നുള്ളത്. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുവെങ്കിൽ, ബഹുമാനിക്കുന്നുവെങ്കിൽ സത്യം പറയുക. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നെങ്കിൽ സത്യം കേൾക്കുവാൻ ഒരുങ്ങിയിരിക്കുക. സത്യം കേൾക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതൊരു പക്ഷെ നമ്മെ മുറിവേൽപ്പിക്കും. നാം കേൾക്കുവാൻ അത്ര രസിക്കാത്ത കാര്യങ്ങളായിരിക്കാം സത്യമായി സത്യസന്ധമായി ഒരാൾ നമ്മോട് പറയുന്നത്. മുറിവേൽക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഇത് അധരചുംബനം പോലെ ലാവണ്യമുള്ളതും സ്നേഹമേറിയതും സത്യസന്ധവും ആത്മാർത്ഥതയുമുള്ളതാണ് എന്ന് തിരിച്ചറിയുവാൻ ഈ ദിവസം നമുക്ക് സാധിക്കട്ടെ.